എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Pentacles, Chariot, Queen of Swords, Eight of Wands, Hanged Man, Devil Energy. Okay. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 3 of Pentacles ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പിലൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ കുറച്ച് എവിടെയോ എന്തൊരു സ്റ്റക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇപ്പോൾ എത്ര ശ്രമിച്ചാലും മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാന മാർഗം ഇത് മാത്രമല്ല, മറ്റ് വരുമാന മാർഗങ്ങളുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒന്ന് കുറച്ച് പുറകോട്ടേക്ക് നിൽക്കുന്നതായിരിക്കും നല്ലത്. അതായത് അത് സമയമെടുക്കും. ഇപ്പോൾ അത് എപ്പോഴാവും എന്ന് ആലോചിച്ച് ടെൻഷൻ കൊടുക്കാതിരിക്കും. അതിൻ്റേതായിട്ടുള്ള സമയം എടുത്താണ് മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ മറ്റ് വരുമാന മാർഗ്ഗങ്ങളുള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി അതല്ല നിങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗം ഇതാണ്, ഈ ഒരു ബിസിനസ്സാണ്, അത് പാർട്ട്ണർഷിപ്പാണ്, അതിൽ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് എങ്കിൽ ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് ഇതിൻ്റെ സൈഡായിട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം സൈഡായിട്ട് അധികം സമയമെടുക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് സാമ്പത്തികമായിട്ട് നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ കാര്യങ്ങളോ ഒരു വരുമാനം നേടാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ബിസിനസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ ജോലിക്ക് ശ്രമിക്കണോ ബിസിനസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ജോലിക്ക് സാധ്യതയുണ്ടെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. സൈഡായിട്ട് ബിസിനസ് കൊണ്ടുപോകാം, കാരണം അത് കുറച്ച് സ്ലോ ആയിരിക്കും പല കാര്യങ്ങളും. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പിലുള്ളവരുടെ കാര്യമാണ് ഇത് പറയുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു സമയം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ കൂടിയും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഈ ഒരൊറ്റ വരുമാന മാർഗം അല്ലാതെ മറ്റെന്തെങ്കിലും കൂടി ശ്രദ്ധിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചെറിയ 8 of Wands എനർജിയാണ്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ഏറ്റവും നല്ലൊരു മാസമായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, സാമ്പത്തികവും ഔദ്യോഗികവുമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലേക്കെങ്കിലും മാറാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വളരെയധികം മികച്ച നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും സ്റ്റക്കാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നവരുണ്ടാവും. അപ്പോൾ നാട്ടിലെ ബിസിനസ് തകർച്ചയോ മറ്റു കാര്യങ്ങളായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ സിറ്റുവേഷൻസ് കൊണ്ടിട്ട് വിദേശത്ത് പോകുന്നവരായിരിക്കാം. എന്ത് തന്നെയായാലും വിദേശത്തേക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ പോകുന്നവർക്ക് സാധ്യതകളുണ്ട്. അതേപോലെ ഇപ്പോൾ ഉള്ള ജോലിയാണെങ്കിൽ കൂടി ഇപ്പോൾ ഉള്ള ജോലി മാറ്റി പുതിയൊരു ജോലി, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് പുതിയ ജോലിയിലേക്ക് പോകുന്നവർക്കും സാധ്യതകൾ, അല്ലെങ്കിൽ ഇതൊരു മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു മാറ്റം എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു മാറ്റം നിങ്ങളിപ്പോൾ കുറച്ചധികം നാളായിട്ട് ചിന്തിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ജോലി മാറാൻ എന്നുള്ളതെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നത് അത് നല്ലൊരു എനർജി തന്നെയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ആ ഒരു ഇതിലേക്ക് പോവുകയും ചെയ്യുന്നത് നല്ലതാണ്. ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലി സാധ്യത കൂടിയ സമയമാണ്. പെട്ടെന്ന് ജോലി കിട്ടാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്കുള്ളൊരു യാത്ര ഒരു ഫ്ലൈറ്റ് യാത്ര നിങ്ങൾക്ക് ഈ ഒരു മാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകുന്നതാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിദേശം പര്യടനമോ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്ര കാണിക്കുന്നുണ്ട് ജോലി കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാഹനം വാങ്ങിക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാമ്പത്തികമായിട്ട് വലിയൊരു മാറ്റം ഉണ്ടാകുന്ന സമയമല്ലെങ്കിൽ കൂടിയും പുതിയ ജോലി, ഉദാഹരണത്തിന് വേറെ പുതിയ ജോലി ലഭിക്കുന്നവരാണ്, നല്ല ശമ്പളം എന്നുള്ള രീതിയിൽ വാഹനം വാങ്ങിക്കുന്നതിൽ ഇപ്പോൾ തെറ്റില്ല. പക്ഷേ
ഒത്തിരി കാര്യങ്ങളിലേക്ക് ഭയങ്കരമായിട്ടുള്ള ആഡംബരങ്ങളിലേക്ക് പോകാതെ ഒരു കാര്യമെങ്കിൽ ആ ഒരു കാര്യം ത്തിലേക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അമിതമായിട്ട് ചിലവാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതേപോലെ ചാരിയറ്റ് ആൻഡ് ഡെവിൾ എനർജിയാണ്. ഇപ്പോൾ പലരെ സംബന്ധിച്ച് ഈ ഒരു മാസം ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാനിപ്പുലേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യാത്രകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ വാഹനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ ആവാം. അത് തന്നെ ആയിരിക്കണമെന്നില്ല. അതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക, വാഹനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് എങ്കിലും. അതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു കാര്യമായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്നു എന്നുള്ളതാവാം. അപ്പോൾ മുതലെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലും ആവാം. നിങ്ങളെക്കൊണ്ട്, അതായത് ചിലപ്പോൾ പറയില്ലേ, നിങ്ങളെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കും, നിങ്ങളെക്കൊണ്ട് പണിയെടുത്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അവരെടുക്കുമെന്ന് പറയുന്ന പോലെ ആ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്കിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ജോലിയിലുണ്ടെങ്കിൽ ജോലി മാറാൻ പറ്റിയ സമയമാണ്, അത് ശ്രദ്ധിക്കാം. ഇനി ഫാമിലിയിലാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഗം ക്ലിയർ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കുക, ഓരോരുത്തർ എത്ര ചെയ്താലും അതിന് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ ഒരു വാല്യൂ ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ചാരിയറ്റ് എനർജിയാണ് ഇവിടെ. നിങ്ങൾ ട്രാപ്പായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. മൂവ്മെൻറ്റ്, മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ചില കാര്യങ്ങളിൽ, അതിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുകളൊക്കെ ആവാം. അത് പലപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകളുടെ ഒരു ഇടപെടലാകാം. കാരണം നിങ്ങൾ ചില കാര്യങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചായിരിക്കും. ഇന്ന കാര്യം ചെയ്യാം, ഇന്ന ജോലിക്ക് അപ്ലൈ ചെയ്യാം, ഇന്നത് ചെയ്യാമെന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള ചില ആളുകൾ ഡീമോട്ടിവേറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അത് ചിലപ്പോൾ നിനക്ക് ശരിയാവില്ല, അതിനുള്ള യോഗ്യത നിനക്കില്ല, എക്സ്പീരിയൻസ് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അടുത്തുള്ള ആളുകളോടൊന്നും പറയാതിരിക്കുക. ഇത് നിങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും കുറച്ച് നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ നെഗറ്റീവ് ആകുന്നു എന്നുള്ളത് അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുക. എല്ലാം കിട്ടിയതിന് ശേഷം മാത്രം പറയാം, അതുകൂടി ശ്രദ്ധിക്കുക. അതേപോലെ ക്യൂൻ ഓഫ് സോർഡ്സ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സ്റ്റക്കാണെന്ന് നമുക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതം നമ്മളൊന്ന് വീണ്ടും പുനരവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമായിരിക്കും. കാരണം ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഭയങ്കര ധൃതി പിടിച്ച് ഓടുമായിരിക്കും എല്ലാത്തിനും, സാമ്പത്തിക കാര്യത്തിലായിരിക്കും, ജോലി, മറ്റു കാര്യങ്ങൾ, അങ്ങനെ ഒരു ഓട്ടമായിരിക്കും ജീവിതം മുഴുവൻ. ആ ഒരു ഓട്ടം ഒന്ന് കുറയ്ക്കുക. നിങ്ങൾ ഓടുകയല്ല, ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടുന്ന സമയമാണ്. ഇനി നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, എല്ലാം ആ ഒരു പ്രപഞ്ചശക്തിയിൽ അർപ്പിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്ന് അമിതമായിട്ട് ഓവർ പ്രതീക്ഷ ഒന്നും വെച്ചിട്ട് കടന്നു ഓടാതെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, ചില ആളുകളെക്കുറിച്ച്, അതായത് നിങ്ങളുടെ കൂടെയുള്ള ചില ആളുകളും നിങ്ങളെ മുതലെടുക്കുന്നവരാവാം. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ല എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, വളരെ അടുത്ത ആരെങ്കിലും ആയിരിക്കാം, പക്ഷേ അവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടിയും നല്ല മനസ്സുകൊണ്ട് നല്ലതാണെങ്കിലും അവർ നമ്മൾ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന പറയുന്ന പോലത്തെയുള്ള സാഹചര്യങ്ങളാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇനിയിപ്പോൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അറിഞ്ഞോ അറിയാതെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള നന്മ ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടായിരിക്കും ഭവിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ടാവും, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നെഗറ്റീവാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്ന്. അതേപോലെ ചാരിയറ്റ് എനർജി ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും അതേസമയം തന്നെ കാര്യങ്ങൾ സ്റ്റക്കാവുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ്. അതിപ്പോൾ ഒരു പക്ഷേ ഒന്നുകിൽ ഒരു കാര്യം വളരെ ഫാസ്റ്റായിട്ട് ചില പ്രത്യേക കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, മറ്റു ചില കാര്യങ്ങൾ അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏതാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്ന എന്താണോ അതിൽ ശ്രദ്ധിച്ചിട്ട് അതിൽ വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റേ സ്ലോ ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കാതെ അതൊന്ന് സ്ലോ ആയിട്ട് തന്നെ എടുക്കുക. കാരണം ഇപ്പോൾ നിങ്ങളോട് ആ ഒരു പ്രപഞ്ചശക്തി പറയുന്നത് ഇന്ന കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വലിയ പുതിയ കാര്യങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റിയൊരു സമയമല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.